വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അജ്മീർ ഇഷ്യൂവും അതിന്റെ ലീഗാലിറ്റിയെ കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്യാൻവാപ്പി മസ്ജിദിന്റെയും അതുപോലെ തന്നെ ഷായ് മസ്ജിദിനെ പറ്റിയുള്ള ലീഗാലിറ്റിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ജസ്റ്റ് വാച്ച്. ഇങ്ങനെ ഒരു ലോ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാജസ്ഥാൻ കോടതി ഈ ഒരു കേസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്? അതിന് കാരണം നമ്മുടെ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, അജ്മീർ ദർഗയെ കുറിച്ച് അതിന്റെ അഗനിസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ കോടതിയിൽ. രാജസ്ഥാൻ കോടതി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്ലീയിലുള്ള പെറ്റീഷണർ ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം അതിന്റെ ലീഗാലിറ്റിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, പെറ്റീഷണർ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. പെറ്റീഷണർ ക്ലെയിം ചെയ്തിട്ടുള്ളത് ഒന്ന്, അവിടെ ഒരു മഹാദേവ് ടെമ്പിൾ ഉണ്ടായിട്ടുണ്ട്, അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥലത്ത്, ദർഗ ഉള്ള സ്ഥലത്ത് അവിടെ ഒരു മഹാദേവ് ടെമ്പിൾ ഉണ്ട്, അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യന്റെ കൊണ്ട് അവിടെ സർവേ നടത്തിയതിനു ശേഷം അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്യണം, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നും കൂടി ഈ പെറ്റീഷണർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിക്ലെയർ ദാറ്റ്, അതായത് ദർഗ അസോസിയേറ്റ് ഉള്ള എല്ലാ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം, ഹിന്ദു വേർഷിപ്പ് റൈറ്റ് അവിടെ ആ സൈറ്റിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ മഹാദേവ് ടെമ്പിൾ എന്ത് ചെയ്യണം, അവിടെ സിറ്റുവേറ്റ് ചെയ്യണം. ആഫ്റ്റർ ഇപ്പോൾ ഉള്ള സ്ട്രക്ചർ എന്ത് ചെയ്യണം, അത് പൊളിച്ചതിന് ശേഷം മഹാദേവ് ടെമ്പിൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ഈ പെറ്റീഷണർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ദർഗന്റെ കോംപ്ലക്സിന്റെ അടിയിലായിട്ട്, അണ്ടർഗ്രൗണ്ടിലായിട്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. ആ ശിവലിംഗം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആർട്ടിക്കൽ 25 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റൈറ്റ് ടു വർഷിപ്പ് ദി ഡൈറ്റീസ് ഓഫ് ഹിന്ദുസ്, അതായത് ഹിന്ദുസിന്റെ ഡൈറ്റീസ്, ഹിന്ദുസിനല്ല ഏത് റിലീജിയനായാലും അതിന്റെ നമ്മളുടെ റൈറ്റ് ടു റിലീജിയൻ എന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ, ആർട്ടിക്കൽ 25 ഫണ്ടമെന്റൽ റൈറ്റിനെ എന്ത് ചെയ്യുന്നത്, ഹനിക്കുന്നുണ്ടെന്നാണ് ഈ പെറ്റീഷണർ ഇതിലൂടെ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. പെറ്റീഷണർ ഇതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പോവാം. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞിട്ടുള്ളത്, മെയിൻ എൻട്രൻസ് ഗേറ്റ് വേ, ദർഗയുടെ മെയിൻ എൻട്രൻസ് ഗേറ്റ് വേയിൽ റൂഫ് ഡിസൈൻ എന്ന് പറയുന്നത് ഹിന്ദു സ്ട്രക്ചറുമായിട്ട് ഭയങ്കരമായിട്ട് സാമ്യത ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ദർഗയുടെ സ്ട്രക്ചർ നോക്കിയാൽ കാണാം, അതായത് അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ കൂടുതലും ടെമ്പിളിന്റെ ഒരു റിസംബിൾ വരുന്ന മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞത്. കാരണം അവർ പറയുന്നത്, ഇവർ മീൻസ് പെറ്റീഷണർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി പകുതി പൊളിഞ്ഞിട്ടുള്ള ടെമ്പിളിന്റെ മുകളിലാണ് ഈ ഒരു ദർഗ കെട്ടി പണിതിട്ടുള്ളതെന്നാണ് ഈ പെറ്റീഷണർ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എക്സലന്റ് സർഫേസ് കർവിങ്സ് ഉണ്ട്, പക്ഷെങ്കിൽ അവിടുത്തെ കളേഴ്സും അതുപോലെ വൈറ്റ് വാഷിംഗ് ഒക്കെ കൊണ്ട് അത് കാണപ്പെടുന്നില്ല, അത് ഹിഡൻ ആയിട്ടാണുള്ളത്. പക്ഷെങ്കിൽ നമുക്കത് പൊളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് പെറ്റീഷണർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അജ്മീർ ദർഗ ബിൽഡ് ചെയ്തത് ഒരു വേക്കന്റ് ആയിട്ടുള്ള ലാൻഡിൽ, അതായത് ഒരു തരിശു ഭൂമിയിലാണെന്ന് ഉള്ളതിന് യാതൊരു തരത്തിലുള്ള റെക്കോർഡ്സും ഇല്ല. എന്നാൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ മഹാദേവ ടെമ്പിളും അതുപോലെ തന്നെ ജൈൻ ടെമ്പിളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഡെവോട്ടീസിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലം വിട്ടുകൊടുക്കണം എന്നാണ് ഈ ഒരു പെറ്റീഷനിൽ രാജസ്ഥാൻ കോടതി ചെയ്ത കാര്യം എന്ന് പറയുന്നത്. ഇത് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം 3 പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ദർഗ കമ്മിറ്റി, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി, അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു ആക്ട് ഉണ്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഓഫ് 1991 എന്ന് പറഞ്ഞിട്ട്. ഈ ആക്ടിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ ആക്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് വാച്ച് ഇറ്റ്. ഓക്കെ, ഇതിലെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിൽ ഞാൻ എടുക്കുന്നത്. ഈ ആക്ടിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് 15, 1947 എങ്ങനെയാണോ ഇവിടുത്തെ റിലീജിയസ് സ്ട്രക്ചേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്, അത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യണം, അത് അതുപോലെ തന്നെ വേണം, അത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ്. ഇതിനുശേഷം, അതായത് ഈ ആക്ട് വന്നതിന് ശേഷം ഒരു കേസും, അതായത് ഇപ്പോൾ കറന്റ് ഉള്ള കേസ്, ആ സമയത്ത് 1991 ആ സമയത്തുള്ള കേസസ് ഒക്കെ ടെർമിനേറ്റ് ചെയ്യുകയും ഇനി പുതിയതായിട്ടുള്ള ഒരു കേസും ഇവിടെ എടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്ട് പ്രകാരം. ഓക്കെ, ഇങ്ങനെ ഒരു ലോ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാജസ്ഥാൻ കോടതി ഈ ഒരു കേസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്? അതിന് കാരണം നമ്മുടെ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡാണ്. കാരണം അദ്ദേഹം ഒരു കേസിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് റിലീജിയസ് ഡിനോമിനേഷന്റെ സ്ട്രക്ചറാണ് അവിടെ ഉള്ളത് എന്ന് തെളിയിക്കുന്നതിന് കൊടുക്കുന്ന കേസസ് ഈ ഒരു ലോ എന്ത് ചെയ്യുന്നില്ല, ഡീബാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഏത് സ്ട്രക്ചറാണ് അവിടെ ആദ്യം ഉള്ളത്, ഏത് റിലീജിയസ് സ്ട്രക്ചറാണ് അവിടെ ഉള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നത് ഈ ഒരു ആക്ട് മൂലം ഡീബാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ആസ്പദമാക്കിയിട്ടാണ് രാജസ്ഥാൻ കോടതി ഈ ഒരു കേസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദർഗന്റെ അടിയിൽ നിന്ന് ഇപ്പോൾ ടെമ്പിൾ റിമൈനിങ്സ് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യും, ഈ ഒരു പ്ലേസസ് ഫുൾ ആയിട്ട്
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എടുക്കും. കാരണം അവരുടെ റിമൈനിങ്സ് ഉള്ളത് അത് പഴയ കാല ഏൻഷ്യന്റ് ആയിട്ടുള്ള നമ്മളെ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യന്റെ ഇതിലാണ് അവരുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതിലൊരു എക്സെപ്ഷൻ ആണ് ഈ ഒരു ഏൻഷ്യന്റ് മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈനിങ് ആക്ട് 1958. ഇതിൽ വരുന്ന ഏൻഷ്യന്റ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് അല്ലെ ആർക്കിയോളജിക്കൽ സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ആക്ടിൽ എന്താണ് ഉൾപ്പെടുന്നില്ല. ഈ ആക്ട് അതിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം എന്താവും, ഈ ഒരു എക്സെപ്ഷനിലാണ് വരിക. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഇത് കോടതിയിലുള്ള ഒരു കേസാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.